ചലച്ചിത്ര പ്രവർത്തകൻ, നിരൂപകൻ, പ്രസാധകൻ, ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന് വഴികാട്ടി. അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട് ചെലവൂർ വേണുവിന്. പൂനെ ഫിലിം ആർക്കൈവ്സിൽ നിന്നും വിദേശ രാജ്യങ്ങളിലെ എംബസികളിൽ നിന്നും ക്ലാസിക് സിനിമകൾ വരുത്തിച്ച് തിയേറ്ററുകൾ വാടകയ്ക്കെടുത്ത് പ്രദർശിപ്പിച്ചു. കോഴിക്കോട്ടെ അശ്വിനി ഫിലിം സൊസൈറ്റി സ്ഥാപിച്ചത് മുതൽ ജനറൽ സെക്രട്ടറിയാണ്. 13-ാം വയസ്സിൽ ഉമ്മ എന്ന സിനിമയ്ക്കാണ് ആദ്യ നിരൂപണം എഴുതിയത്. രാമു കാര്യാട്ടിനൊപ്പം പ്രവർത്തിച്ച അദ്ദേഹം കോഴിക്കോട്ടെ സമാന്തര സിനിമാ ലോകത്തിനൊപ്പം സഞ്ചരിച്ചു. ജോൺ എബ്രഹാമിൻ്റെ ജീവിതം പറഞ്ഞ ജോൺ എന്ന സിനിമയിൽ അഭിനയിച്ചു. കേരളത്തിലാകെയുള്ള, കേരളത്തിന് പുറത്തുമുള്ള സിനിമാ രംഗത്തുള്ള ആളുകൾ, അല്ലെങ്കിൽ സാഹിത്യ രംഗത്തുള്ള പ്രതിഭകൾ എല്ലാവരും ഒത്തുചേരുന്ന, അല്ലെങ്കിൽ കോഴിക്കോടേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ താവളമായിരുന്നു വേണുവേട്ടൻ്റെ ഓഫീസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഉള്ള ഫിലിം സൊസൈറ്റികളുടെ പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾക്ക് നല്ല സിനിമകൾ കാണാൻ അക്കാലത്ത് അവസരം ഉണ്ടായത്. ആദ്യമായി മനഃശാസ്ത്ര പ്രസിദ്ധീകരണമായ സൈക്കോ തുടങ്ങി. കായിക മേഖലയിൽ ആദ്യമായി സ്റ്റേഡിയം എന്ന പേരിൽ പ്രസിദ്ധീകരണം തുടങ്ങി. നിരവധി പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്ററായി. MT തിക്കോടിയൻ, കടമ്മനിട്ട, NP മുഹമ്മദ് തുടങ്ങിയ സാഹിത്യകാരന്മാരുടെ ഉറ്റ സുഹൃത്തും ആതിഥേയനുമായിരുന്നു ചെലവൂർ വേണു. SFIയുടെ ആദ്യ രൂപമായ KSFൻ്റെ ജില്ലാ സെക്രട്ടറിയായിരുന്നു. ചെലവൂർ വേണുവിൻ്റെ ആഗ്രഹപ്രകാരം പൊതുദർശനമോ റീത്ത് സമർപ്പണമോ ഇല്ലാതെയാണ് വിടവാങ്ങൽ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.